ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇതെപ്പോഴും പറഞ്ഞ് നിങ്ങൾക്ക് തന്നെ ബോറടിക്കുന്നുണ്ടാവില്ലേ? എന്താണെന്നറിയില്ല, ഇങ്ങനെ പറഞ്ഞ് ശീലമായി. അത് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥയിലാണ് കേട്ടോ. ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് പറയുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്കത് കേട്ടിട്ട് ആർക്കെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ തോന്നിയിച്ചാൽ എനിക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാ രാമായണ മാസമൊക്കെ അല്ലേ, നമുക്കൊന്ന് അമ്പലത്തേക്കൊക്കെ പോകണ്ടേ? അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് വരാം. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് കേട്ടോ കാണണേ. ഇതൊരു ഞായറാഴ്ച ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഞായറാഴ്ച ആകുമ്പോൾ എല്ലാവർക്കും സൗകര്യമാണല്ലോ. അമ്മയ്ക്കായാലും അമ്മമ്മയ്ക്കായാലും എല്ലാവർക്കും. സനുവിനാണെങ്കിൽ സ്കൂളും ഇല്ല. അങ്ങനെ ഒഴിവുള്ള ദിവസം നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ അമ്പലത്തേക്ക് ഇറങ്ങിയത്. കുഞ്ഞാറ്റി കാണിച്ചാൽ നല്ല ഉറക്കത്തിലാണ് ഞാൻ ഈ മേക്കപ്പൊക്കെ ചെയ്യിക്കുന്നത്. എന്താ പറയുക, വീട്ടിലാണിച്ചാൽ പിന്നെ കണ്ണെഴുതി പൊട്ട് തൊട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ എവിടേക്കെങ്കിലും പോകുമ്പോൾ എനിക്കത് ചെയ്യിക്കണം നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ അവിടെ നീച്ച് കഴിഞ്ഞാൽ ഒന്നിനും സമ്മതിക്കില്ല. കണ്ണെഴുതാനോ പുരുക എഴുതാനോ ഒന്നിനും സമ്മതിക്കില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ അവിടെ നീക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ കണ്ണും പൊട്ടൊക്കെ എഴുതി കൊടുത്തതാണ്. എൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇത് 3 വർഷം മുന്നുള്ള മിഡിയാണ്. ഇതിപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ ഇട്ടതെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞാറ്റയുടെ ബർത്ത്ഡേക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകാനായിരുന്നു. അതിന് ശേഷം ഞാൻ ഇട്ടിട്ടേ ഇല്ല കേട്ടോ. പിന്നെ ഇത് എപ്പോഴാണ് ഇടുന്നത്. പിന്നെ ഇതാ സനുക്കുട്ടി എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അവൾക്കുള്ള ഡ്രസ്സ് എന്തൊക്കെ എടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാനാണ് ചെയ്തത്. അങ്ങനെ വെക്കാനൊന്നും മുടിയായിട്ടില്ല കുഞ്ഞാ. അയ്യോ, അങ്ങനെ വെക്കാനൊന്നും എൻ്റെ കുട്ടിക്ക് മുടിയായിട്ടില്ല. അപ്പം നമുക്ക് ഇങ്ങനെ തല മോളിക്കാക്കിയിട്ട് കെട്ടണ്ടേ മുടി? അങ്ങനെ തോനെ മുടിയാവണം, എന്നാലും അങ്ങനെ വെക്കാൻ പറ്റുള്ളൂ. കെട്ടിട്ടേ 2 പുറം കെട്ടിത്തരേ. സന എന്തിനാ പറയണേ? അപ്പോൾ ഇതേ രാവിലെ തന്നെ അനിയൻ പുറത്ത് പോയിട്ട് അവൾക്ക് മുല്ലപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്താ പറയുക, വലിയവർ വെക്കണ പോലെ വെക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശി പിടിക്കലായിരുന്നു. പോകുന്നതിന് മുമ്പ് നല്ലൊരു കരച്ചിലും ഉണ്ടായിരുന്നു കേട്ടോ. അതെപ്പോഴും പതിവാണ്. എവിടേക്കെങ്കിലും പോകുമ്പോൾ ആരെങ്കിലും ഒരാൾ കരയണം, ഭയങ്കര വാശി പിടിക്കണം കേട്ടോ. സനുവിനെ അണിച്ച് എന്താ പറയുക, എത്ര ഒരുങ്ങിയിട്ട് അവൾക്ക് മതിയാവണില്ല കേട്ടോ. എങ്ങനെയൊക്കെ ഒരുങ്ങണമെന്ന് അവൾക്ക് തന്നെ അറിയുന്നില്ല. എന്താ പറയുക, കുറേ കഴിഞ്ഞ് എൻ്റെ പണി എളുപ്പമായിരിക്കും. സനുക്കുട്ടി തന്നെ അവൾക്ക് പറ്റുന്ന മേക്കപ്പൊക്കെ അവൾ ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒരു ദിവസം സനു പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുടി കെട്ടാൻ മാത്രം എനിക്ക് അറിയില്ലല്ലോ, അത് മാത്രം അമ്മ കെട്ടിത്തന്നാൽ മതി, ബാക്കിയൊക്കെ ഞാൻ ചെയ്തോണ്ടിരുന്നു. എല്ലാവരും കൂടിയിട്ട് നമ്മുടെ വാഴാലിക്കാവ് അമ്പലത്തേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു വിഷ്ണുവിൻ്റെ അമ്പലമുണ്ട്. അവിടെയും കൂടി ഒന്ന് തൊഴുതിട്ടാണ് കേട്ടോ പോണത്. എൻ്റെ അനിയൻ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ പോയത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ബസ്സിൽ പോകുകയെന്ന് വെച്ചാൽ നേരത്തെ തന്നെ പോകേണ്ടി വരികയായിരുന്നു. പിന്നെ പോകുമ്പോഴേ അറിയാലോ, ഞായറാഴ്ച ആയ കാരണം എന്തായാലും നല്ല തിരക്കുണ്ടായിരിക്കും. എന്തേ കണ്ടില്ലേ, സനു ആകെ ദേഷ്യപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. ആ ഒരു മുടി എന്താ പറയുക, മുല്ലപ്പൊക്കെ വെച്ച് കൊടുക്കാത്തതിൻ്റെ ദേഷ്യത്തിലായിരുന്നു. അവിടെ എത്തണ വരെ അവൾ ഇരുന്നുണ്ടായിരുന്നു. എൻ്റെ അടുത്തൊന്നും മിണ്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വീഡിയോ എടുക്കാനൊന്നും അവൾ നിന്ന് തന്നിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ദേഷ്യക്കാരിയാണ് കേട്ടോ. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ദേഷ്യം വരും. നിങ്ങളുടെ മക്കളും ഇങ്ങനെ തന്നെയാണോ? അമ്പോ, ഞങ്ങൾ വാഴാലിക്കാവ് എത്തുന്നതിന് മുന്നേ തന്നെ അവിടുത്തെ വണ്ടികൾ കണ്ടിട്ട് തന്നെ അന്തം വിട്ടു. അത്ര നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. വണ്ടിയൊക്കെ നമ്മൾ കുറച്ച് ലോങ് ആയിട്ടാണ് നിർത്തിയിട്ടുണ്ടായിരുന്നു. അത്രയും തിരക്കായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് അമ്പലത്തിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ വണ്ടി നിർത്താൻ പറ്റും. ഇന്നിപ്പോൾ എന്താ പറയുക, കർക്കിടക മാസം ഞായറാഴ്ച ആയ കാരണം തന്നെയായിരുന്നു ഇത്രയും നല്ല തിരക്കുണ്ടായിരുന്നത്. ഇവിടെയാണെന്ന് വെച്ചാൽ തൊഴാൻ വരുന്നവർ മാത്രമല്ല കേട്ടോ. എന്താ പറയുക, ഫോട്ടോഷൂട്ട് എടുക്കാനും അതുപോലെ കല്യാണത്തിൻ്റെ ഫോട്ടോ എടുക്കാനൊക്കെ വരുന്നവർ ഒരുപാട് പേരുണ്ടായിരിക്കും. അതിൻ്റെ ഒക്കെ കൂടിയിട്ട് ഒരു തിരക്ക് തന്നെ ആയിരുന്നു കേട്ടോ. ഇന്നൊരു ദിവസം ഉണ്ടായിരുന്നു, അങ്ങോട്ട് കടക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയും വലിയ തിരക്കായിരുന്നു. അതൊക്കെ പോട്ടെ, സൺഡേ അല്ലേ, എന്തായാലും തിരക്കൊക്കെ ഉണ്ടാവും. പക്ഷേ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴും പ്രസാദം വാങ്ങാനായിട്ട് അതുപോലെ പുഷ്പാഞ്ജലി കഴിക്കാനൊക്കെ ഫുള്ള് വരിയായിരുന്നു കേട്ടോ. വരി എന്ന് പറഞ്ഞൊരു അവസാനം ഉണ്ടായിരുന്നില്ല. വരിയിൽ നിന്ന് അവസാനം അമ്മയ്ക്ക് പ്രാന്ത് വരാൻ തുടങ്ങി തോന്നുന്നു. ഞങ്ങളെല്ലാവരും തൊഴുത് വന്ന് കഴിഞ്ഞിട്ടും അമ്മ വരിയിൽ നിന്ന് അനങ്ങുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളൊക്കെ തൊഴുത് വന്ന് അവസാനം 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു അവസാനം പുഷ്പാഞ്ജലിക്കുള്ള പ്രസാദമൊക്കെ അമ്മ വാങ്ങിയിട്ട് വന്നത്. അമ്മ അവിടെ പുഷ്പാഞ്ജലിക്ക് ചീട്ടാക്കുന്ന സമയം കൊണ്ട് ഞങ്ങൾ എല്ലായിടത്തും തൊഴുത് വന്നു. പിന്നെ ഞങ്ങളുടെ നേരെ കലാപരിപാടിയിലേക്ക് കടന്നു കേട്ടോ. എന്താണെന്നല്ലേ, എനിക്കറിയായിരുന്നു കേട്ടോ ഞായറാഴ്ച ഇവിടെ പ്രഭാത ഭക്ഷണം ഉണ്ടായിരിക്കും. നമ്മളിതിന് മുന്നേ വന്നപ്പോൾ ഇഡ്ഡലി നല്ല സാമ്പാറൊക്കെ ആയിരുന്നു. അതൊക്കെ പ്രതീക്ഷിച്ചിട്ട് ഞാൻ പോയതാ. പക്ഷേ എന്താ ഉണ്ടായത് അറിയോ, കർക്കിടക മാസം ആയപ്പോൾ കർക്കിടക കഞ്ഞി. എനിക്കെന്ന് വെച്ചാൽ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് കേട്ടോ.
സനു പിന്നെ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് വേണ്ടാന്ന്, അതുകൊണ്ട് തന്നെ അവൾ മാറിയിട്ടിരുന്നുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞാറ്റ് എന്താണാവോ ഒരു വായ ഒന്ന് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അതിലൊരുപാട് ഉലുവയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കൊരു കയ്പ്പ് പോലെ തോന്നി, ഞാനും ചുമ്മാതെ ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ അമ്മയും എല്ലാവരും കഴിച്ചുകൂടെ. എനിക്ക് വലിയ ഇഷ്ടമൊന്നും പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതിൽ പിന്നെ എന്തോ ചെറുപയറുപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. അപ്പം അങ്ങനെ അവർ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മ എന്താ പറയുക പുഷ്പാഞ്ജലിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത്രയും തിരക്കുണ്ടായിരുന്നു. ആ സമയം നമ്മളും വരിയിൽ നിൽക്കാൻ അങ്ങനെ നിൽക്കൽ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും പ്രകൃതി ഭംഗി ആസ്വദിക്കാണ്ട് പോകാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പുഴയ്ക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പുഴയൊക്കെ നല്ല പോലെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വെള്ളം ഉണ്ടായിരുന്നു. നല്ല വെള്ളമുള്ള കാരണം സനു അങ്ങോട്ട് പോകുമ്പോൾ തന്നെ പേടിയായിരുന്നു കേട്ടോ. അവരൊപ്പം തന്നെ ഞങ്ങളും ഉണ്ടായിരുന്നു. വെള്ളം നല്ല കൂടുതലുള്ളതുകൊണ്ട് കൂടുതൽ പ്രകൃതി ഭംഗിയൊന്നും ആസ്വദിക്കാൻ നിന്നില്ല. നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. വന്നത് നേരെ അവിടുന്ന് വാങ്ങിച്ച ഗണപതി ഹോമം പായസമൊക്കെ തട്ടിവിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പായസത്തിനേക്കാളും കൂടുതൽ ഇഷ്ടം അവിടുത്തെ ഗണപതി ഹോമമാണ്. മലരും അവിലും എല്ലാം ചേർന്ന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. അത് കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും പുതിയ വീഡിയോസായിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. നമ്മുടെ ചാനലിലുള്ള ഓൾഡ് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാനും മറക്കരുത് കേട്ടോ.